അപ്പൊ ഈ പേജ് നോക്കാം. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. They played in the park. The boy became very happy. It's time to go back, said Sia. The boy tried to stand up from the wheelchair. No, no, said Sia. Sia said with a smile. അപ്പം ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? They played in the park. അവർ പാർക്കിൽ കളിച്ചു. The boy became very happy. ആ ആൺകുട്ടിക്ക് വളരെ സന്തോഷമായി. It's time to go back, said Sia. തിരികെ പോയാൻ സമയമായെന്ന് സിയ പറയുക. The boy tried to stand up from the wheelchair. ആൺകുട്ടി വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പൊ എന്താ സിയ എന്തോ പറഞ്ഞു? നോ നോ, സിയ said with a smile. വേണ്ട വേണ്ടാന്ന് സിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം ഇതിലെന്താ എന്തൊക്കെയുള്ളത്? വാട്ട് ഡിഡ് ദേ ഡു ഇൻ ദി പാർക്ക്? എന്താണ് അവർ പാർക്കിൽ ചെയ്തത്? ദേ പ്ലേഡ് ഇൻ ദി പാർക്ക്. അപ്പം പിന്നെ ഇതിലെന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താ? വാട്ട് വിൽ സിയ ഡു നോ? ഇനി സിയ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. ഈ പേജിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. Take Robo with you. He will always help you. Robo, my dear, go with him, said Sia. Sia said. The wheelchair moved with the boy. See you. Sia waved her hand at them. Her eyes were wet, but she was happy. അപ്പൊ ഇതിലെന്താ സംഭവിച്ചേ? Take Robo with you എന്ന് വെച്ചാൽ എന്താ പറയുന്നേ? He will always help you എന്ന് പറഞ്ഞാൽ നമ്മുടെ സിയ നമ്മുടെ പിന്നെ ഈ ആൺകുട്ടിയോട് പറയാം, റോബോയെ നിന്റെ കൂടെ കൊണ്ടുപോയിക്കോളൂ, അവൻ എപ്പോഴും നിന്നെ സഹായിക്കുമെന്ന് പറയാം. റോബോ, മൈ ഡിയർ, ഗോ വിത്ത് ഹിം, സിയ സെഡ്. റോബോ അവന്റെ കൂടെ പോവെന്ന് സിയ പറഞ്ഞു. ദ വീൽ ചെയർ മൂഡ് വിത്ത് ദ ബോയ്. അപ്പോഴത്തേക്കും സിയു. അപ്പൊ വീൽ ചെയർ ആൺകുട്ടിയുമായി നീങ്ങി തുടങ്ങി. അപ്പോഴത്തേക്ക് സിയ വേവ്ഡ് വെർ ഹാൻഡ് അറ്റ് ദം. അപ്പം പിന്നെ കാണാതെ സിയ അവരോട് കൈവീശിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്താ സംഭവിച്ചേ? ഹെർ ഐസ് വെർ വെയ്റ്റ് ബട്ട് ഷീ വാസ് ഹാപ്പി. എന്താ സംഭവിച്ചേ? അവളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു, പക്ഷെ അവൾ സന്തോഷവതിയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും? റോബോയെ പിരിയുന്നതിൽ അവൾക്ക് വിഷമം ഉണ്ടായിരിക്കും, പക്ഷെ അവൻ അത് കൊടുത്തില്ല. അവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു. നമുക്ക് അടുത്ത പേജ് നോക്കാം. അപ്പം അത് അത്രയുള്ള ആ സ്റ്റോറി. അപ്പം ഇവിടെ എന്താ ഒരു പോയമാണ്, മൈ റോബോട്ട്. ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്. ഹെർ ഇറ്റ് വാക്സ് അറൌണ്ട് വിത്ത് എ ഹാപ്പി സോങ്. പിന്നെന്താ? ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്. ഹിയർ ഇറ്റ് വാക്സ് അറൌണ്ട് വിത്ത് എ ഗ്രേറ്റിംഗ് കോൾ. അപ്പൊ എന്താ? ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട് എന്ന് വെച്ചാൽ എനിക്കുണ്ടൊരു റോബോട്ട്, വലുതും പിന്നെന്താ മിടുക്കനുമായ റോബോട്ട്. ഹെർ ഇറ്റ് വാക്സ് അറൌണ്ട് വിത്ത് എ ഹാപ്പി സോങ്. പാട്ടുപാടി സന്തോഷിച്ച് ചുറ്റി നടക്കും റോബോട്ട്. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്. എനിക്കുണ്ടൊരു റോബോട്ട്, വലുതും മിടുക്കനുമായ റോബോട്ട്. ഹിയർ ഇറ്റ് വാക്സ് അറൌണ്ട് വിത്ത് എ ഗ്രീറ്റിംഗ് കോൾ. റോബോട്ട് ആശംസകൾ അറിയിച്ചങ്ങനെ ചുറ്റി നടക്കുമെന്ന് പറയുക. ചുറ്റി നടക്കുന്ന റോബോട്ടാണ് പറയുക. പിന്നെ നമുക്ക് ഈ പേജിൽ എന്താ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നോക്കാം. Select the suitable sentence from below and filling the. അപ്പം ഇതെന്താ? ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടത് കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഈ സ്റ്റോറിയിലുള്ള പിക്ചേഴ്സാണ്. അതിന്റെ ബേസിസിലുള്ള സെന്റൻസസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എടുത്ത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? ലുക്ക് ഹിയർ ഈസ് ദി കീ. അപ്പൊ കീയുടെ കാര്യം പറയുന്നത് എവിടെയാ? ദാ ഇവിടെയല്ലേ. അപ്പൊ അവിടെ അത് എഴുതല്ല. ലുക്ക് ഹിയർ ഈസ് ദി കീ. പിന്നെ ഐ ആം ആൻ അംബർല നൗ. അംബർല ആകുന്ന എവിടെയാ? ഇവിടെയല്ല. അപ്പൊ ഇവിടെ എഴുതണം ഐ ആം ആൻ അംബർല നൗ. പിന്നെ മൈ ഹാൻഡ്സ് ആർ ഗ്രോവിംഗ് ലോങ്. എന്റെ കൈകൾ നീളം കൂടുന്ന എപ്പോഴത്? ഇവിടെയല്ല. അപ്പം മൈ ഹാൻഡ്സ് ആർ ഗ്രോവിംഗ് ലോങ്. പിന്നെ ഇവിടെ എന്താ? ലെറ്റസ് ഫ്ലൈ ടു ദി പാർക്ക്. പാർക്കിലേക്ക് ഫ്ലൈ ചെയ്യുന്ന പിക്ചർ ഏത്? ഇത് ലെറ്റസ് ഫ്ലൈ. കണ്ടോ? ഫ്ലൈ ടു ദി പാർക്ക് എഴുതണം. പിന്നെ ഇവിടെ എന്താ? ഐ ആം എ വീൽ ചെയർ, സിറ്റ് ഓൺ മീ. ഞാനൊരു വീൽ ചെയർ ആയത് എവിടെ? ഇവിടെയല്ല. അപ്പൊ ഐ ആം എ വീൽ ചെയർ, സിറ്റ് ഓൺ മീ. അപ്പൊ ഇത്രയുള്ളൂ ഈ ചാപ്റ്റർ.